രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒരു ഗുണവുമില്ല. സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന് അവകാശപ്പെട്ട എയിംസ് ഈ ബജറ്റിലും അനുവദിച്ചില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഒന്നാം തരം പ്രഹരമാണ് കേന്ദ്ര നേതൃത്വം ബജറ്റിലൂടെ നൽകിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരും ഇതോടെ കടുത്ത നിരാശയിലാണ്. കേന്ദ്രത്തെ മുന്നിൽ കണ്ട് വമ്പൻ പദ്ധതികൾക്കുള്ള മുന്നൊരുക്കമാണ് കേരളം നടത്തിയത്. എന്നാൽ പ്രതീക്ഷകൾക്കൊത്ത് പ്രത്യേക സാമ്പത്തിക സഹായമൊന്നും സംസ്ഥാനത്തിന് ലഭിച്ചില്ല. ഭരണം താങ്ങി നിർത്തുന്ന ചില പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് മാത്രം കൂടുതൽ പരിഗണനയും വാഗ്ദാനങ്ങളും വാരിക്കോരി നൽകാൻ മറക്കാതിരുന്ന മോദി സർക്കാർ കേരളത്തിനായി പ്രത്യേക പദ്ധതികളൊന്നും തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. 24,000 കോടിയുടെ സാമ്പത്തിക പാക്കേജുകളടക്കം കേരളം സ്വപ്നം കണ്ട പല പദ്ധതികളും വെള്ളത്തിലായി. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് സമ്മാനിച്ചെങ്കിലും തുടർച്ചയായ 7ാം ബജറ്റ് അവതരിപ്പിച്ച് ചരിത്രം കുറിക്കാനെത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ മറന്ന അവസ്ഥയായിരുന്നു. ബി.ജെ.പി. ഭരണത്തിൽ മുൻകാലങ്ങളിലും കേരളം അവഗണിക്കപ്പെടുക പതിവായിരുന്നു. അന്നെല്ലാം കേരളത്തിൽ നിന്നും ഒരു ബി.ജെ.പി. പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാത്ത കേരളത്തെ എന്തിനു പരിഗണിക്കണം എന്നായിരുന്നു കേന്ദ്ര നിലപാട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു എം.പിയെ തന്നാൽ സംസ്ഥാനത്തെ വികസന ചിറകിലേറ്റുമെന്നായിരുന്നു എൻ.ഡി.എ നേതാക്കൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുകയും മറ്റൊരു മന്ത്രിയെ കൂടി ലഭിക്കുകയും ചെയ്തിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പുല്ലുവിലയാണ് കേന്ദ്രം നൽകിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ കാര്യമായ ഒരു പാക്കേജ് കേരളം പ്രതീക്ഷിച്ചിരുന്നു. ദീർഘകാല ആവശ്യമായ എയിംസും ടൂറിസവും എല്ലാം വീണ്ടും അവഗണനയുടെ പട്ടികയിലേക്ക് തന്നെ തള്ളപ്പെട്ടപ്പോൾ തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചൻകോട് റെയിൽപാതകൾ ഉൾപ്പെടെ കേരളം കാത്തിരുന്ന പല പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. 2 പ്രളയത്തെ നേരിട്ട കേരളത്തെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള പട്ടികയിൽ പോലും പരിഗണിച്ചില്ല. അസം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ പ്രത്യേക സഹായം നൽകിയിരിക്കുന്നത്. കാലാകാലങ്ങളായി എയിംസിന്റെ പേര് അവശ്യ പട്ടികയിൽ ഉയർന്നു നിന്നപ്പോൾ അത് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പി. നേതാക്കളും അവകാശപ്പെട്ടിരുന്നു. 2014 കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് കേന്ദ്രം പിന്നീട് സൗകര്യപൂർവ്വം മറക്കുകയായിരുന്നു. 2022 ഏപ്രിലിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് എയിംസ് അനുവദിക്കാൻ ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പരിഗണന നൽകിയപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ധനമന്ത്രി ശ്രമിച്ചിരുന്നില്ലെന്ന വിമർശനം ബജറ്റിന് പിന്നാലെ വ്യാപകമാണ്. ബജറ്റിൽ കേരളത്തിന് വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് കേന്ദ്രം ചെയ്തതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ബജറ്റിനെ കുറിച്ച് പ്രതികരിച്ചത്. 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളം വലിയ രീതിയിൽ അവഗണിക്കപ്പെട്ടതായി CPM പാർലമെന്ററി പാർട്ടി നേതാവ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തോട് കാണിച്ചത് ഇതുവരെ ഒരു ബജറ്റിലും കാണിക്കാത്ത അത്ര അവഗണനയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. കേരള വിരുദ്ധമായ ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വലിയ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരുന്ന കേരളത്തിന് അങ്ങേയറ്റം നിരാശയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ ആക്ഷേപം സാധൂകരിക്കുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചതെന്നും സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് ബജറ്റിന് പിന്നിലെന്നും RSP നേതാവ് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ബജറ്റിൽ കേരളത്തെ സമ്പൂർണമായും അവഹേളിച്ചതിനൊപ്പം റബ്ബർ കർഷകരും അവഗണിക്കപ്പെട്ടതായി പത്തനംതിട്ട MP ആന്റോ ആന്റണിയും പ്രതികരിച്ചു. കേരളത്തിൽ വികസനം വരണമെങ്കിൽ ഒരു നിതീഷ് കുമാറോ നായിഡുവോ വേണമെന്നും മറിച്ച് സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ ഒന്നും കഴിയില്ലെന്നും കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്നാണ് ബജറ്റിലെ അവഗണനയോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ ചെലവിട്ട 6,000 കോടിക്ക് തുല്യതുക ഉപാധിരഹിത കടമായി അനുവദിക്കുക, നികുതി വിഹിതം പുനർനിർണയിക്കുക, കടമെടുപ്പ് പരിധി 3.5% ഉയർത്തുക, എയിംസ് കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുവദിക്കുക, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിഹിതം ഉയർത്തുക,
വിഴിഞ്ഞം തുറമുഖത്തിന് 5000 കോടിയുടെ പാക്കേജ്, വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങിയവയായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിലേക്ക് ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നെങ്കിലും അതിനും നടപടിയില്ല. വ്യാവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനത്തിലും സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ഏറെ നിരാശാജനകമാണ്.